PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 10th പ്രിലിംസിന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത 150 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. 10th പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നൽകുന്നതായിരിക്കും. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അതുകൂടാതെ തന്നെ 25 മോഡൽ എക്സാമും OMR ഷീറ്റും 2024 2023 തിരഞ്ഞെടുത്ത മുൻവർഷ ചോദ്യങ്ങളും വിത്ത് ആൻസറാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നൽകുന്നതായിരിക്കും. മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ LP സ്കൂൾ അസിസ്റ്റൻറ്റ് NCA കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ പരീക്ഷ എഴുതുന്നവരുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസ് ആൻഡ് സൈക്കോളജി ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അവൈലബിൾ ആണ്. അപ്പോൾ 10th പ്രിലിംസിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും ഡെയിലി ടൈം ടേബിൾ അടിസ്ഥാനത്തിലും സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അതിന് പുറമെ ഇന്ന് മുതൽ നമ്മൾ തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ കൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ 150 ചോദ്യങ്ങളാണ് തിരഞ്ഞെടുത്തേക്കുന്നത്. ഇത് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ചോദ്യങ്ങളായതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക. മറക്കണ്ട. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെ പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? കുളച്ചൽ യുദ്ധം നടന്നത് 1748 പ്രസ്താവന തെറ്റാണ്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി. പ്രസ്താവന ശരിയാണോ? ശരിയാണ്. കേരളത്തിലെ ആദ്യമായി എത്തിയ വിദേശശക്തിയായിരുന്നു ഡച്ചുകാർ. പ്രസ്താവന തെറ്റാണ്. ഡച്ചു ഗവർണറായിരുന്ന വാറണ്ടിൻ്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കാസ് എന്ന ഗ്രന്ഥം രചിച്ചത്. പ്രസ്താവന ശരിയാണോ? ശരിയാണ്. 2ഉം 4ഉം പ്രസ്താവന ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസറായിട്ട് വരിക. അടുത്ത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളിയായ ചേറ്റൂർ ശങ്കരൻ നായർ അദ്ദേഹം ഏത് സമ്മേളനത്തിനാണ് അധ്യക്ഷ സ്ഥാനം വഹിച്ചത്? ഏതാണ്? അമരാവതിയാണ് കേട്ടോ. അമരാവതിയാണ്. APJ അബ്ദുൽ കലാമും ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? ഏതെല്ലാമാണ് താഴെ പറയുന്ന പ്രസ്താവനയിൽ തെറ്റായിട്ടുള്ളത്? ഇദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു. ശരിയാണോ? ശരിയാണ്. തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. പ്രസ്താവന തെറ്റാണ്. ഇദ്ദേഹം അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതി. ഇദ്ദേഹം അഗ്നിസാക്ഷി എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയിട്ടുണ്ടോ? പ്രസ്താവന തെറ്റാണല്ലേ. ഇദ്ദേഹം ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതിയായിരുന്നു. പ്രസ്താവന ശരിയാണ്. 2ഉം 3ഉം പ്രസ്താവന തെറ്റായതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസറായിട്ട് വരിക. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത് ആര്? ആരാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത്? VP മേനോനാണ് കേട്ടോ. ആരാണ്? VP മേനോനാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? റൂസോയാണ്. ആരാണ്? റൂസോയാണ്. കേരളത്തിൽ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആര്? കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി അഡ്വക്കേറ്റ് K രാജനാണ്. തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏത്? 2 പ്രസ്താവന തന്നിട്ടുണ്ട്. അതിനകത്ത് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എന്താണ്? സമ്മർദ്ദരേഖ തമ്മിലുള്ള അകലം കൂടുമെങ്കിലും മർദ്ദച്ചെരിവ് കൂടുതലായിരിക്കും. പ്രസ്താവന ശരിയാണോ? പ്രസ്താവന തെറ്റാണ്. മധ്യരേഖ ന്യൂനപ്രദേശ ധ്രുവങ്ങളിലേക്ക് പോകുന്നതോറും കൊറിയോലിസ് ബലം വർദ്ധിക്കുന്നു. പ്രസ്താവന ശരിയാണ്. അപ്പോൾ 2ാമത്തെ പ്രസ്താവന ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസറായിട്ട് വരിക. കേരളത്തിൽ കൂടുതൽ അനുവർത്തിച്ച വരുന്ന കാർഷിക സമ്പ്രദായം ഏതാണ് റൈറ്റ് ആൻസറായിട്ട് വരിക? തീവ്ര ഉപജീവന കൃഷിയാണ് കേട്ടോ. തീവ്ര ഉപജീവന കൃഷിയാണ് റൈറ്റ് ആൻസർ. തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരസമുദ്രത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതും ഉച്ചമർദ്ദ മേഖല ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണത്? 9 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. അടുത്തത്, ഉപദ്വീപീയ ഇന്ത്യൻ നദികളോട് കിഴക്കോട്ട് ഒഴുകുന്നവയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഏതാണ്? ഏതാണ് ഈ രണ്ടും തമ്മിൽ വേർതിരിക്കുന്നത്? പശ്ചിമഘട്ടമാണ്. ഏതാണ്? പശ്ചിമഘട്ടമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതവും ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? താഴെ തന്നിരിക്കുന്ന ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ഇവിടെ റൈറ്റ് ആൻസറായിട്ട് വരിക. അടുത്തത്, സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയകരമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമജാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിൻ്റെ വിസ്മയ ചിത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്? ആരാണത്? 12 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി CS മീനാക്ഷിയാണ് കേട്ടോ. ഹരിത വിപ്ലവം ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവന ശരിയായത് ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യ ഹരിത വിപ്ലവം പിതാവ് എന്നറിയപ്പെടുന്നു. പ്രസ്താവന ശരിയാണ്. ഇനി ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. പ്രസ്താവന ശരിയാണ്. ഹരിത വിപ്ലവം ധനിക കർഷകർ ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു. ശരിയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ശരിയാണ്. എല്ലാ പ്രസ്താവനയും എന്ത് തന്നെയാണ്?
ശരി തന്നെയാണ്. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്നാണ് ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്? 1950 ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്. WTO നിലവിൽ വന്ന വർഷം, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്ന വർഷം എന്നാണത്? 1995 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത്. ലോകബാങ്കിൻ്റെ മറ്റൊരു പേര് ഏതാണ്? ലോകബാങ്കിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് IBRD ആണ് ലോകബാങ്കിൻ്റെ മറ്റൊരു പേര്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ 1990 പുത്തൻ സാമ്പത്തിക പരിഷ്കരണം നടപ്പിലാക്കാൻ ഉണ്ടായ കാരണങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാണ് കാരണങ്ങൾ? ഗൾഫ് യുദ്ധം, വിദേശ നാണയ കരുതൽ ശേഖരത്തിൻ്റെ കുറവ്, ഉയർന്ന ഫിസിക്കൽ കമ്മി, പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്. എല്ലാം എന്താണ്? ശരി തന്നെയാണ്. അടുത്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരെന്നാണ് ചോദിച്ചേക്കുന്നത്? ആരാണ്? ശക്തികാന്ത ദാസ് ആണ് അല്ലേ. 2022-23 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മല സീതാരാമനാണ്. 20ാമത്തെ ചോദ്യം PSC ക്യാൻസലാക്കി കളഞ്ഞിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അടുത്തത് ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളും ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകളായിട്ട് വരുന്നത്? മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടന കടമെടുത്തതാണ്. ശരിയാണ്. നിർദ്ദേശ തത്വങ്ങൾ ഐറിഷ് ഭരണഘടന കടമെടുത്തതാണ്. പ്രസ്താവന ശരിയാണോ? 21 റൈറ്റ് ആൻസർ ഏതാണ്? ശരിയാണ്. നിയമനിർമ്മാണ പ്രക്രിയ കനേഡിയൻ ഭരണഘടന കടമെടുത്താണ്. പ്രസ്താവന തെറ്റാണ്. 1ഉം 2ഉം പ്രസ്താവന ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ A ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? സുപ്രീം കോടതിക്ക് ഹൈക്കോടതിക്ക് മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. പ്രസ്താവന ശരിയാണോ? ശരിയാണ്. സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാനാവൂ. പ്രസ്താവന തെറ്റാണ്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ജില്ലാ കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാം. പ്രസ്താവന തെറ്റാണ്. 1ാമത്തെ പ്രസ്താവന മാത്രം ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ B ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഏതാണ്? കമ്മീഷൻ ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. ശരിയാണോ? ശരിയാണ്. ഗവൺമെൻറ് ശുപാർശ ചെയ്യാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ. ശരിയാണ്. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാന നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് ശുപാർശ ചെയ്യാം. പ്രസ്താവന ശരിയാണോ? പ്രസ്താവന ശരിയാണല്ലേ. 3 പ്രസ്താവനയും എന്താണ്? ശരി തന്നെയാണ്. നിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നുള്ള ചോദ്യം PSC ക്യാൻസലാക്കിയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അടുത്തത് ചുവടെ ചേർക്കുന്നവയിൽ നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏത്? നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ഏക പൗരത്വ നിയമം. ശരിയാണ്. അതുപോലെ തന്നെ അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക. ശരിയാണ്. ഇന്ത്യയുടെ അഖണ്ഡത ഊട്ടിയുറപ്പിക്കുക. തെറ്റാണ്. 1ഉം 2ഉമാണ് ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ C ആണ് ഇവിടെ ശരിയായിട്ട് വരിക. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചേക്കുന്നത്. ഉപരാഷ്ട്രപതി 6 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ശരിയാണോ? തെറ്റാണ്. ഇലക്ടറൽ കോളേജ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നത്. ശരിയാണ്. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ടറൽ കോളേജിൽ അംഗങ്ങളല്ല. പ്രസ്താവന ശരിയാണ്. അപ്പോൾ 26 റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 2ഉം 3ഉം ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ B ആണ് ഇവിടെ ശരിയായ പ്രസ്താവനയായിട്ട് വരുന്നത്. കോടതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കോടതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത്. ഭരണഘടനാ സംരക്ഷണം എന്നറിയപ്പെടുന്ന സുപ്രീം കോടതിയാണ്. ശരിയാണ്. കീഴ്ക്കോടതികൾ സിവിൽ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. ശരിയാണ്. സുപ്രീം കോടതിക്ക് പ്രസിഡന്റ് ഉപദേശം നൽകാം. ശരിയാണ്. 3 പ്രസ്താവനയും ശരി തന്നെയാണ്. കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളും ബന്ധപ്പെട്ട ശരിയായത് ഏത് എന്ന് ചോദിച്ചേക്കുന്നത്. 28 റൈറ്റ് ആൻസർ ആണ്. വിദേശകാര്യം, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്, കൃഷി. ഏതാണ് ശരിയായിട്ട് വരിക? 1ഉം 2ഉമാണ് ശരിയായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ D ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്ന് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാണ് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത്? പൊതുജന ആരോഗ്യ സംസ്ഥാന ലിസ്റ്റ് വിഷയമാണ്. ശരിയാണോ? ശരിയാണ്. വനം കൺകറന്റ് ലിസ്റ്റ് വിഷയമാണ്. ശരിയാണ്. സൈബർ നിയമങ്ങൾ ശിക്ഷാധികാരങ്ങൾ വരുന്നവയാണ്. ശരിയാണ്. 3 പ്രസ്താവനയും ശരിയായിട്ടുള്ളവയാണ്. ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിച്ചേക്കുന്നത്. 73ാം ഭേദഗതി ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നു. പ്രസ്താവന തെറ്റാണ്. 74ാം ഭേദഗതിയിലൂടെയാണ് നഗരപാലിക സമ്പ്രദായം കൊണ്ടുവന്നത്. ശരിയാണ്. അനുച്ഛേദം 32 പ്രകാരം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്. ശരിയാണ്. അവിടെ 2ഉം 3ഉമാണ് ശരി. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ A ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്തത് കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാണ്? ചെയർപേഴ്സൺ ശ്രീമതി സതീദേവിയാണ്. ശരിയാണ്. സ്ത്രീകൾക്ക് ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പു നൽകാൻ കമ്മീഷൻ രൂപീകൃതമായത്. ശരിയാണ്. കമ്മീഷൻ ശിക്ഷ നടപടി സ്വീകരിക്കാനുള്ള അധികാരമുണ്ട്.
ഉണ്ടോ? കമ്മീഷൻ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരമുണ്ടോ? ഇല്ല. 1, 2 പ്രസ്താവനയാണ് ശരി. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസറായിട്ട് വരിക. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചേക്കുന്നത് എം ഷാജഹാൻ എന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശരിയാണോ? ശരിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് പ്രധാന ധർമ്മം. ശരിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുക പ്രസ്താവന തെറ്റാണ്. 1ഉം 2ഉം ശരിയായതുകൊണ്ട് തന്നെ എന്താണ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസറായിട്ട് വരിക. അപ്പോൾ 33ാമത്തെ ചോദ്യം നോക്കാം. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നിട്ടാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. ശരിയാണോ? ശരിയാണ്. അനുച്ഛേദം 51(a)യിലാണ് കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്നത്. ശരിയാണ്. ഭരണഘടന ഭാഗം 4(a) കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. പ്രസ്താവന ശരി തന്നെയാണ്. അപ്പം 3 പ്രസ്താവനയും എന്താണ്? ശരി തന്നെയാണ്. കോവിഡിനെതിരായ mRNA വാക്സിൻ വികസിപ്പിച്ചതിന് 2023 വൈദ്യശാസ്ത്രത്തിൽ നൊബേൽ നേടിയ വ്യക്തി ആരാണത്? 34 റൈറ്റ് ആൻസർ ആരാണ്? കാറ്റ്ലിൻ കരിക്കോയാണല്ലേ. കാറ്റ്ലിൻ കരിക്കോയാണ് വൈദ്യശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം 2023 ലഭിച്ചത്. ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ച ചീറ്റകളെ ഏത് ദേശീയോദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചത്? ഏത് ദേശീയോദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചത്? കുനോ ദേശീയോദ്യാനമാണ് കേട്ടോ. കുനോ ദേശീയോദ്യാനമാണ്. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് ആ പദ്ധതി? 36 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഹൃദ്യമാണ് കേട്ടോ. ഓപ്ഷൻ എ ഹൃദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി കണ്ടെത്തുക. ഏതാണ് പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ് കേട്ടോ. കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്ന മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണത്? ഓപ്ഷൻ ഡി ഹൃദയാഘാതമാണ് കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജീവകം ADCK എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്നവ. പ്രസ്താവന ശരിയാണോ? പ്രസ്താവന തെറ്റാണ്. ജീവകം B3യുടെ അപര്യാപ്ത രോഗമാണ് പെല്ലഗ്ര. ശരിയാണോ? പ്രസ്താവന ശരിയാണ്. എല്ലുകൾ ശരിയായ വളർച്ചയ്ക്ക് ജീവകം A സഹായിക്കുന്നു. തെറ്റാണ്. ജീവകം Kയുടെ കുറവ് മൂലം സ്കർവി ഉണ്ടാകുന്നു. അതും തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് പ്രസ്താവനയാണ് ശരി. മന്ദരോഗം ഉണ്ടാക്കുന്ന രോഗാണു ഏത്? മന്ദരോഗം ഉണ്ടാക്കുന്ന രോഗാണു ഏതാണ്? ഫൈലേറിയൻ വിരയാണ് കേട്ടോ. എൻസൈമുകളില്ലാത്ത ദഹനരസം ഏതാണത്? പിത്തരസമാണ്. പിത്തരസമാണ് റൈറ്റ് ആൻസർ. താഴെ തന്നിരിക്കുന്ന ദൂരത്തിൻ്റെ യൂണിറ്റ് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവ ദൂരത്തിൻ്റെ യൂണിറ്റ് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ദൂരത്തിൻ്റെ യൂണിറ്റായിട്ട് വരുന്നത്? മീറ്റർ ദൂരത്തിൻ്റെ യൂണിറ്റാണ്. പ്രകാശവർഷം യൂണിറ്റാണ്. ക്യാൻഡില അല്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസറായിട്ട് വരിക. മഴവിലുണ്ടാകുന്നതിന് കാരണം എന്ത്? മഴവിലുണ്ടാകുന്നതിന് കാരണം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? പ്രകാശ പ്രകീരണമാണല്ലേ. മണ്ണെണ്ണ സാന്ദ്രത 810 kg/m³ ആണെങ്കിൽ മണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എത്രയാണ്? 0.8110 ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ആദ്യത്തെ എലവൻ വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന വിക്ഷേപണ വാഹനം ഏത്? ആദ്യത്തെ എലവൻ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനമാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? PSLV C-57 ആണ് കേട്ടോ. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലൂണാർ റോവറിൻ്റെ പേര് എന്താണ്? റോവറിൻ്റെ പേരായിട്ട് വരുന്നത് പ്രഖ്യാനാണ് കേട്ടോ. എന്താണ് കേവല പൂജ്യ ഊഷ്മാവ്? ഏതാണ്? -273 ഡിഗ്രി സെൽഷ്യസ് ആണ്. S ബ്ലോക്ക് P ബ്ലോക്ക് മൂലകങ്ങൾ ചേർത്ത് പറയുന്ന പേര് ഏതാണ്? പ്രാതിനിധ്യ മൂലകങ്ങൾ. ലോഹങ്ങൾ നേർപ്പിച്ച് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. പുതിയതായി കണ്ടുപിടിക്കപ്പെട്ട കാർബണിൻ്റെ രൂപാന്തരം ഏതാണ്? പുതിയതായി കണ്ടുപിടിക്കപ്പെട്ട കാർബണിൻ്റെ രൂപാന്തരം കാർബൺ നാനോബിളാണ് കേട്ടോ. ഇവരിൽ ആർക്കാണ് 2023 രസതന്ത്രത്തിന് നൊബേൽ ആർക്കാണ് 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസറായിട്ട് വരിക. ഉചിതമായി തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. കുറച്ച് കവിതകളും അതിനകത്ത് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഇതിനകത്ത് ഉചിതമായിട്ട് തിരഞ്ഞെടുത്ത് എഴുതുക. ഇതിനകത്ത് ഏതാണ് ഉചിതമായിട്ട് വരിക? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്തത് ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതുക. ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് ഊരുളുങ്കൽ ഐക്യ നാണയ സംഘം ആരംഭിച്ചു. ശരിയാണോ? ശരിയാണല്ലേ.
അതുപോലെ തന്നെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു. തെറ്റാണ്. അഭിനവ കേരള മുഖപത്രം തുടങ്ങി. ശരിയാണോ? ശരിയാണ്. ക്ഷേത്ര പ്രതിഷ്ഠകളെ പ്രോത്സാഹിപ്പിച്ചു. ശരിയാണോ? തെറ്റാണല്ലേ. 1ഉം 3ഉമാണ് ശരി. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ബി ആണ് കേട്ടോ. 2ഉം 4ഉമാണ് ശരി. കാളിദാരിക യുദ്ധം പ്രമേയമായ പ്രാചീന കലാരൂപം ഏതാണ്? 55 റൈറ്റ് ആൻസർ. മുടിയേറ്റാണ് കേട്ടോ. കാലക്രമം അനുസരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് കാലക്രമം അനുസരിച്ച് എഴുതുമ്പോൾ ഏതായിട്ട് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ സി ആണ് കേട്ടോ. രാജസമാചാരം, പശ്ചിമോദയം, പശ്ചിമാതൃക, കേരളമിത്രം എന്നിവയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. കേരള സർക്കാർ നടപ്പിലാക്കുന്ന സ്നേഹപൂർവ്വം പദ്ധതിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഏതാണ്? ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനും സംരക്ഷണം ആവിഷ്കരിച്ച പദ്ധതിയാണോ? അല്ല അല്ലേ. കിടപ്പ് രോഗിയുടെ മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെ പരിചരിക്കുന്നതിന് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണോ? അതുമല്ല. പ്രമേഹം ബാധിച്ച കുട്ടികളുടെ കൗമാരക്കാരുടെയും ആരോഗ്യ പരിരക്ഷ ആവിഷ്കരിച്ച പദ്ധതിയാണോ? അതുമല്ല. മാതാപിതാക്കൾ ആരെങ്കിലും ഒരാൾ മരിച്ചു പോവുകയോ ജീവിച്ചിരിക്കുന്ന ആൾക്ക് ആരോഗ്യപരമായി സാമ്പത്തികമായി കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണേത്? നമ്മുടെ സ്നേഹപൂർവ്വം പദ്ധതി. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ചേരുംപടി ചേർക്കാനാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. ചേരുംപടി ചേർക്കുക. 57 റൈറ്റ് ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏതാണ് കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത്? ഓപ്ഷൻ ഡി ആണ്. മൈക്രോഫോണാണ് പെടാത്തതായിട്ട് വരുന്നത്. അടുത്ത് PDF പൂർണ്ണ രൂപമാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് കേട്ടോ. പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റാണ്. 61 ക്യാൻസലാക്കിയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. 62 താഴെ തന്നിട്ടുള്ള വെബ് ബ്രൗസറിന് ഉദാഹരണം ഏത്? താഴെ പറയുന്നവയിൽ വെബ് ബ്രൗസറിന് ഉദാഹരണമാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ സഫാരിയാണ്. ഗൂഗിളിൻ്റെ പുതിയ AI സംവിധാനമാണ് ചോദിച്ചിട്ടുള്ളത്. ഗൂഗിളിൻ്റെ പുതിയ AI സംവിധാനം ഏതാണ്? ജെമിനിയാണ് കേട്ടോ. ജെമിനിയാണ്. ഒരു സ്ത്രീയുടെ നഗ്നചിത്രം പകർത്തി പ്രചരിപ്പിക്കും താഴെ പറയുന്ന ഏത് കുറ്റകൃത്യമാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷൻ്റെ അധികാര പരിധി എത്രയാണ്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ്. പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ള വസ്തുവിൽ നിന്ന് പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ പുറത്താക്കിയാൽ ലഭിക്കാവുന്ന ശിക്ഷ ഏതാണ്? ഓപ്ഷൻ ബി 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷയാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന അംഗങ്ങൾ എത്രയാണ്? 68. ഓപ്ഷൻ ബി 5 ആണ് കേട്ടോ. ലൈംഗിക അതിക്രമണം ഇന്ന് കുട്ടികളുടെ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്ന ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് ശരിയായ പ്രസ്താവന? 18 വയസ്സിന് താഴെ പെൺകുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നു. 18 വയസ്സ് താഴെ പ്രായമുള്ള ആൺകുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നു. 2 പ്രസ്താവന എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. എല്ലാ പ്രസ്താവനയും ശരിയാണുള്ള ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താഴെ പറയുന്ന വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാവുന്ന വിവരം ഏതാണ്? 70 റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ എ ആണ് കേട്ടോ. മന്ത്രിസഭയുടെ തീരുമാനങ്ങളാണ്. എന്നിവയിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാതിരുന്നത്? ആരാണ്? 1 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ടി സുനന്ദാമയാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. വന്ദേമാതരം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഏത് വിഭാഗത്തിലാണ് വന്ദേമാതരം ഉൾപ്പെടുന്നത്? ഉറുദു പത്രമാണ് കേട്ടോ വന്ദേമാതരം എന്ന് പറയുന്നത്. മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ് അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണിത്? ജോൺ ലോക്കിൻ്റെ വാക്കുകളാണ്. സൺയാസ് സെന്നിൻ്റെ തത്വങ്ങളേവ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ദേശീയത, ജനാധിപത്യം, അതുപോലെ സോഷ്യലിസം. ഇത് 3ഉമാണ് സന്യാസ് സെന്നിൻ്റെ തത്വങ്ങൾ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. UN ഇപ്പോൾ എത്ര അംഗങ്ങളാണുള്ളത്? എത്ര അംഗങ്ങളാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 193 അംഗങ്ങളാണ് UN ഉള്ളത്. 1ാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏത്? 1ാം കറുപ്പ് യുദ്ധം അവസാനിച്ചിട്ടുള്ള ഉടമ്പടി ഏതാണ്? നാംഗ്യാങ് ഉടമ്പടിയാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇനി ഹോട്ട്സ് ലാറ്റിറ്റ്യൂഡ് എങ്ങനെ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ഉഷ്ണ ഉച്ചമർദ്ദ മേഖല എന്നറിയപ്പെടുന്നു. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഫേരിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് എന്താണ്?
ഓപ്ഷൻ എ സൂര്യനും ഭൂമിയും അടുത്തടുത്തായി. സൂര്യനും ഭൂമിയും അടുത്തടുത്തായി. നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ആർദ്രത എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ്? ആർദ്രത എന്ന പേരിൽ അറിയപ്പെടുന്നത്. റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിൽ ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രശസ്തമാണ്. ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ് ആസ്ഥാനം? 10 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ഹൈദരാബാദ് ആണ് കേട്ടോ. ഏതാണ്? ഹൈദരാബാദ്. ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്നു. ദേശീയപാത 4 ഇവയിൽ ഏത് സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ദേശീയപാത 4 ഇവയിൽ ഏത് സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? 11 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി കാക്കിനന്ദാൻ പുതുച്ചേരിയാണ് കേട്ടോ. കാക്കിനന്ദാൻ പുതുച്ചേരിയാണ്. പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവ് എത്രയാണ്? 66 ഡിഗ്രിയാണ് കേട്ടോ. 66 ഡിഗ്രിയാണ്. ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് NSSO നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത് ഏതാണ്? ഭാഗമല്ലാത്തതായിട്ട് വരുന്നത് ദേശീയ കുടുംബാരോഗ്യ സർവേയാണ്. ഉദാരവൽക്കരണ നയത്തിൽ കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്? ഏതൊക്കെയാണ്? വ്യവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങളാണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ്? ഓപ്ഷൻ സി 3-ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണികളിൽ ശരിയായത് ഏതാണ് ശരിയായത്? മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ. താഴെ പറയുന്നവയിൽ നീതി ആയോഗിൻ്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത് ഏതാണ് വരാത്തത്? ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ 2ാമത്തെ വലിയ ബാങ്കായി മാറിയത്? ഏതാണ്? 18 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ബാങ്ക് ഓഫ് ബറോഡയാണ് കേട്ടോ. ഇന്ത്യൻ സർക്കാരിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് എന്താണ്? ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉൾപ്പെടാത്തത്? ഓപ്ഷൻ സി ആ രാജ്യത്തെ തീരത്തു നിന്നും 12 നോട്ടിക്കൽ മൈലിനപ്പുറത്തുമുള്ള സമുദ്ര മേഖലയാണ് ഉൾപ്പെടാത്തതായിട്ട് വരുന്നത്. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ ഉൾപ്പെടാനാവാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ജനാധിപത്യമാണ് കേട്ടോ. ഓപ്ഷൻ ബി ജനാധിപത്യമാണ്. താഴെ പറയുന്നവയിൽ അവകാശങ്ങൾ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെയാണ് രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത്? 22 ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, ഗവൺമെൻറ് വിമർശിക്കാനുള്ള അവകാശം, അതുപോലെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെൻറ് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? 23 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി കാര്യനിർവഹണ വിഭാഗത്തിലാണ് പെടുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതാണ് തെറ്റായ വസ്തുതകൾ? 24 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. 1, 3, 4 തെറ്റായ വസ്തുതകളാണ്. ശ്രീ വി മുരളീധരൻ MP കേന്ദ്ര ഗവൺമെൻറ് ഏത് വിഭാഗത്തിൽപ്പെടുന്ന സ്ഥാനമാണ് കൈകാര്യം ചെയ്യുന്നത്? 25 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി സഹമന്ത്രിയാണ് കേട്ടോ. സഹമന്ത്രി. സുപ്രീം കോടതിയും ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ് കേട്ടോ. 1ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിലെ ആദ്യമായി നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനത്താണ്? ഏത് സംസ്ഥാനത്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ ഒരു ചോദ്യം PSC ക്യാൻസലാക്കി കളഞ്ഞിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്? ഏത് പദ്ധതിയാണ്? ജനനി ജന്മരക്ഷയാണ് കേട്ടോ. ജനനി ജന്മരക്ഷയാണ്. കല്ലേൽ പൊക്കുടം പരിസംരക്ഷണത്തിന് ഏത് മേഖല പ്രമുഖ സാന്നിധ്യമായിരുന്നു? ഏതാണ്? കണ്ടൽ കാടുകളുടെ സംരക്ഷണമാണ്. അടുത്തത്, ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ ആരെന്നാണ് ചോദിച്ചേക്കുന്നത്? ശ്രീ പിണറായി വിജയനാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധമില്ലാത്ത വസ്തുതകൾ ഏതെന്ന് ചോദിച്ചേക്കുന്നത്. ആ ഒരു ചോദ്യം PSC ക്യാൻസലാക്കി കളഞ്ഞിട്ടുള്ള ചോദ്യമാണ്. തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത്. 32 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യ വിമുക്തമാക്കുക എന്നതാണ്. ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിൻ്റെ ലോഗോയോടൊപ്പമാണ് കാണുന്നത്? ഏത് ഉദ്യമത്തിൻ്റെയാണ്?
ഓപ്ഷൻ എ കുടുംബശ്രീയാണ് കേട്ടോ, കുടുംബശ്രീ. മസ്തിഷ്കത്തിലെ ഡോപ്പമിൻ എന്ന നാഡീയ പ്രക്ഷേപണത്തിൽ ഉൽപ്പാദനം കുറയുന്ന മൂലം ശരീരത്തിൽ വിറയൽ, പേശിയുടെ ക്രമരഹിതമായ ചലനം, ശരീരതന്തുലനാവസ്ഥ നഷ്ടപ്പെടുക, ഈ അവസ്ഥകൾ കാണപ്പെടുന്നത് ഏത് രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്? ഏത് രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണിത്? 34 ഓപ്ഷൻ ബി പാർക്കിൻസൺസ് ആണ് കേട്ടോ. അടുത്തത് താഴെ പറയുന്നവരിൽ തൊഴിൽ ജന്യ രോഗമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്? ഏതാണ്? സോറിയാസിസ് ആണ് കേട്ടോ തൊഴിൽജന്യ രോഗമല്ലാത്തത്. മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ് അവൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരിക. ഒന്ന്, DDT പോലുള്ള കീടനാശിനി സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളെ പ്രതിപാദിക്കുന്ന റേച്ചൽ കാർഡ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം ഏതാണ്? ഓപ്ഷൻ ഡി നിശബ്ദ വസന്തമാണ് കേട്ടോ. സൈലൻറ്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന പുസ്തകമാണ്. എന്തിനെതിരെയാണ് ഇത് കൊണ്ടുവന്നത്? DDTക്കുള്ള കീടനാശിനികൾക്കെതിരെയാണ് കേട്ടോ. സ്ഥൂലധാതുക്കൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചേക്കുന്നത്? 38 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. കാൽസ്യം, പൊട്ടാസ്യം, ക്ലോറൈഡ്, സോഡിയം എന്താണ്? മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയോ ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടിയെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി വല്ലാതെ വന്നാൽ കുട്ടികൾക്ക് ഉന്നത ധനസഹായം നൽകുന്ന പദ്ധതിയാണേത്? സ്നേഹപൂർവം പദ്ധതി. ഏതാണ്? സ്നേഹപൂർവം പദ്ധതി. പുൽമേടുകൾ വന്യജീവികളുടെ സംരക്ഷണത്തിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവ് ഏതാണ്? അറ്റ്പാടിയാണ് കേട്ടോ, അറ്റ്പാടി. പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായ WHO 2024 ജൂൺ 3 ആയുഷ് മന്ത്രാലയത്തിന് സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന് കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത്? 41 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. അടുത്ത്, പ്രകാശരശ്മി ഒരു പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം ഏതാണ്? പ്രതിഭാസം 42 ഓപ്ഷൻ സി ആണ് കേട്ടോ, വിസരണമാണ്. ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം ഏതാണ്? ഒന്നാം ചലന നിയമമാണ് കേട്ടോ. ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വം ഏതെന്ന് ചോദിച്ചിരിക്കുന്നത്? 44 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ, പാസ്കൽ നിയമമാണ്. ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് കേട്ടോ. ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിൻ്റെ പേരെന്താണ്? ചന്ദ്രയാൻ 3യുടെ വിക്രമാണ്, വിക്രം. ആധുനിക ആവർത്തന പട്ടികയിൽ ആറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിൻ്റെ ഏതാണ് ആ മൂലകം? 47 ഓർഗനൈസൺ ആണ് കേട്ടോ. ഒരു നിശ്ചിത അനുപാതത്തിൽ ഏതെല്ലാം ഗാഢ ആസിഡുകൾ ചേർത്താണ് അക്വേർജിയ ലഭിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്. ശാസ്ത്രജ്ഞനും അവർ മൂലങ്ങൾ വർഗീകരിച്ച ബന്ധവും താഴെ നൽകിയിരിക്കുന്നു. അതിൽ ഏറ്റവും ശരിയായി തിരഞ്ഞെടുക്കുക. ഇതിലേറ്റവും ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏറ്റവും കാഠിന്യമുള്ള ലോഹം എന്ന് പറയുന്നത് ഏതാണ്? ക്രോമിയമാണ് കേട്ടോ ഏറ്റവും കാഠിന്യമുള്ള ലോഹം. താഴെ തന്നിരിക്കുന്ന ഗ്രാഫുകൾ ഏതാണ് ബോയിൽ നിയമം അനുസരിക്കാത്തത്? ഏത് നിയമമാണ് ഇതിനകത്ത്? ഏത് പിക്ചറാണ് ഇതിനകത്ത് ബോയിൽ നിയമം അനുസരിക്കാത്തതായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. താഴെ നൽകിയിരിക്കുന്ന SK പൊറ്റക്കാടിൻ്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടവ ഇത് ഏതൊക്കെയാണ്? SK പൊറ്റക്കാടിൻ്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ്. ഋഷ്യശൃംഖനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത്? 53 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. വൈലോപ്പിള്ളി ശ്രീധര മേനോനാണ്. ടോക്കിയോ ഒളിമ്പിക്സ് നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൻ്റെ സുവർണ്ണ നേട്ടം കൈവരിക്കുവാൻ താണ്ടിയ ദൂരം ഏതാണ്? ഓപ്ഷൻ ബി 87.58 മീറ്ററാണ്. ഗബ്രിയൽ ഗാർസിയ മാർക്കോസിൻ്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ നോവൽ? ഓപ്ഷൻ ബി അൺടിൽ ഓഗസ്റ്റ് ആണ് കേട്ടോ. അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ ഏതാണ്? ദി സോൺ ഓഫ് ഇൻറ്റൻസ്റ്റ് ആണ് കേട്ടോ. നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കീട് കഴിയട്ടെ, നന്മകൾ കണ്ടാൽ കുത്തിക്കീറാൻ കുക്കിന് കഴിയട്ടെ. ഈ വരികൾ രചിച്ചത് കവി ആരാണ്? 57 റൈറ്റ് ആൻസറായിട്ട് വരിക ഓപ്ഷൻ എ ആണ്. അയ്യപ്പ പണിക്കരാണ്. രചയിതാക്കളും രചനകളും ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞേക്കുന്നത്. 58 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ.
ഇനി 59 ഒരു നെറ്റ്വർക്ക് ഹബിൻ്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 59 റൈറ്റ് ആൻസറായിട്ട് വരിക സി 1 മാത്രമാണ്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ സങ്കീർണമായ കണക്കുകൂട്ടുകൾ നടത്തുന്നതിനുള്ള എളുപ്പമാർഗം ഏത്? ഫങ്ഷൻസ് ആണ് കേട്ടോ. ഒരു വയർലെസ് റൂട്ടിൻ്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്ന ഏത് ഉപകരണമാണ് സഹായിക്കുക? വയർലെസ് റിപ്പീറ്റർ ആണ് കേട്ടോ. ഒരു പോയിൻറ്റിംഗ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണമാണ് ചോദിച്ചേക്കുന്നത് മൗസാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏതാണ് വെബ് ബ്രൗസർ? ഗൂഗിൾ ക്രോം ആണ് കേട്ടോ. പോക്സോ നിയമത്തിന് ഏത് വകുപ്പ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഏത് വകുപ്പാണ് പ്രതിപാദിക്കുന്നത്? 64 ഓപ്ഷൻ ഡി വിഭാഗം 14 ആണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? ഉപഭോക്താവുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതും നടപ്പിലാക്കുന്നതും എന്നതാണ്. DV നിയമത്തിൽ ഏത് വകുപ്പാണ് ഗാർഹിക പീഡനം നിർവചിക്കുന്നത്? 66 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. വിഭാഗം 3 ആണ്. ഏത് നിയമപ്രകാരമാണ് NHRC സ്ഥാപിച്ചത്? ഏത് നിയമപ്രകാരമാണ്? ഓപ്ഷൻ എ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 പ്രകാരമാണ്. നിർദ്ദിഷ്ട സമയപരിധിക്കുള്ള അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇൻഫർമേഷൻ കമ്മീഷന് ചുമത്താവുന്ന പരമാവധി ശിക്ഷ എന്താണ്? ഓപ്ഷൻ ബി 25,000 രൂപയാണ്. വിവരാവകാശ നിയമപ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ഇൻഫർമേഷൻ കമ്മീഷണർ എന്നിവരുടെ പരമാവധി കാലാവധി എത്രയാണ്? ഈ ഒരു ചോദ്യം PSC ക്യാൻസലാക്കിയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഒരു പരിധിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് ഏത് അധികാരമാണുള്ളത്? ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്ത് അധികാരമാണുള്ളത്? മുകളിൽ പറഞ്ഞ എല്ലാ അധികാരങ്ങളുണ്ട്. ബി രേഖകളുടെ കണ്ടെത്തൽ പരിശോധന ആവശ്യമാണ്. ഏതെങ്കിലും കോടതി നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതു രേഖയോ അതിന് പകർപ്പോ ആവശ്യപ്പെടുക. വ്യക്തികളെ വിളിച്ചു വരുത്തി ഹാജരാകാൻ നിർബന്ധിക്കുകയും സത്യപ്രതിജ്ഞ വാക്കിലുള്ളതോ രേഖാമൂലമോ ആയ തെളിവുകൾ നൽകാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുക.